ഇതും എല്ലാവരും കാണുന്നവരാണ്. അതുകൊണ്ട് ഓമന മക്കൾക്ക് ദിവസം നിർത്തിപ്പോയാൽ എന്താക്കണമെന്നറിയോ? ആക്കേണ്ടത് ഉസ്താദ് പറഞ്ഞ പോലെ ആക്കണം. എന്ന് പറഞ്ഞാൽ വലിയ അറിയപ്പെട്ട ഉസ്താദാണ് നമ്മളെ വലിയ അറിയപ്പെട്ട ഉസ്താദാണ്. അവരെ ഉസ്താദാണ് EK എന്ന് പറയുന്ന വലിയ ഉസ്താദ്. അവരീ ഉസ്താദാണ് കണ്ണിയത്തോട് പറയുന്ന ആ വലിയ ഉസ്താദ്. അവരീ ഉസ്താദാണ് കുത്തുബി എന്ന് പറയുന്ന വലിയ മഹാനായ ഉസ്താദ്. ആ ഉസ്താദ് ഒരു വലിയ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. എത്ര ഇസ്രീ? 1956 കോഴിക്കോട് ജില്ലയിലെ ഷാഫിന്റെ അടുത്ത് രാമനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് കുത്തുബി ഉൾപ്പെടെയുള്ള ഒരു വലിയ സമ്മേളനം ഉണ്ടായിരുന്നു. അത് കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. ഓറന്ന് പ്രസംഗിച്ചത് ഞാൻ കേട്ടിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓറന്ന് പ്രസംഗിച്ചു. ആളെല്ലാം എന്നെ സംബന്ധിച്ച് ഒരു ആലിമാണ് വലിയവരാണെന്ന് പറയുന്നത്. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. ഞാനൊരു പാവപ്പെട്ടവനാണ്. കുത്തുബി പറഞ്ഞതാണ്. പിന്നെ എൻ്റെ ഒരു ഗുണമുണ്ട്. എൻ്റെ ഉസ്താദ് പറഞ്ഞ പോലെ ഞാൻ നടക്കും. ഉസ്താദ് എന്ത് പറയുന്നത് അത് മുഴുവൻ ഞാൻ സ്വീകരിക്കും. ഉസ്താദ് എങ്ങനെ തലയെ കെട്ടി കെട്ടുന്നു അതുപോലെ ഞാൻ തലയെ കെട്ടി കെട്ടും. ഉസ്താദ് എങ്ങനെ ചെരുപ്പിടുന്നു, എന്ത് ഡ്രസ്സ് ധരിക്കുന്നു, എന്ത് കൽപ്പന കൽപ്പിക്കുന്നത് മുഴുവൻ ഞാൻ സ്വീകരിച്ചവരാണ്. അങ്ങനെ ഒരു പ്രത്യേകത, ഒരു ബർക്കത്ത് എന്റെയുണ്ട്. അതുകൊണ്ട് പൊന്നുമക്കളെ, മുത്താലിങ്ങളെ വിളിച്ചു പറഞ്ഞ പൊന്നുമക്കളെ നിങ്ങൾ വളരെ ക്ലിയർ വേണം. ഉസ്താദന്മാരെ നടപടിക്രമങ്ങളോട് യോജിച്ച് നടക്കണം. ഉസ്താദിന്റെ കൽപ്പനയെ ശരിക്കും പാലിക്കണം. അറിഞ്ഞില്ലേ? ഞാൻ ഒരു 16 രൂപ കൊടുത്തിട്ട് ഒരു ജീനാക്കി തൊപ്പി വാങ്ങി എല്ലാവരും. അന്ന് 16 രൂപ എത്ര ഇട്ടാൽ ആ തൊപ്പിയും വെച്ചിട്ട് പരമ്പരയിൽ പോയിട്ട് ഉസ്താദ് അതിനെ പിന്നെ ആക്ഷേപിച്ചിട്ട് പറഞ്ഞു. പിന്നെ ആ തൊപ്പിച്ചിട്ട് പോലെ വേറെ എന്ന് ചോദിച്ചു. എന്ന മാതിരി നമ്മളെ ഉസ്താദന്മാര് കൽപ്പിച്ച പോലെ നമ്മളെ നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കും. മസല ഉദാഹരണമായിട്ട് കഞ്ഞി കുടിക്കുന്നവർക്ക് പോയി നോക്കുക. പുറത്തെ വാതിൽ ഇങ്ങനെ മീത്ത കയറിയാൽ പുറത്തേക്ക് വീട് കാണുന്ന നേരത്ത് മാത്രമേ ഇരിക്കാവൂ. അപ്പുറത്തെ പള്ളിയിരുന്നാൽ ഉള്ളിലേക്ക് വീടാവും. അപ്പോഴേക്ക് പിന്നെ മുകളിലെ വീട് പെണ്ണുക പോകുന്നത് പിന്നതെല്ലാം കാണും. അവിടെ അങ്ങനെ ഇരിക്കരുത്. കൊട്ടുപുറത്തെ മീത്ത കയറിയാൽ കൊട്ടുപുറത്തേക്ക് പോകാവുന്ന രൂപത്തിൽ, പുറത്ത് മുറ്റത്തേക്ക് പോകാവുന്ന രൂപത്തിലേ ഇരിക്കാവും. അത്രയും ജാഗ്രത വേണം. എന്ന് മാത്രമല്ല, മേലായ സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ. നിങ്ങളെ നമ്മൾ ഉത്തമന്മാരായ സമുദായമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ല കൂട്ടരാണ്. എന്തിനാണെന്നറിയോ? لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ. നിങ്ങൾ ജനങ്ങൾക്ക് ദീന് കാണിച്ചു കൊടുക്കുന്നവരാകണം. നമ്മളിൽ നിന്ന് ബാക്കിയുള്ളവർ ദീന് പഠിക്കണം. അപ്പൊ നമ്മൾ നെറുവന്തര മുതൽ ഉള്ളങ്കാല് വരെ പരിശുദ്ധ ദീനിന്റെ കോലം ഉണ്ടായിരിക്കണം. ദീനിന് എതിരായ ഒരു കോലം ഉണ്ടായിക്കൂടാ. മസലൻ തലയെ തോന്നിങ്ങനെ നടക്കുക, അത് ദീനിൽപ്പെട്ടതല്ല. നെര്യാണിക്ക് താഴത്തോ പേന്റോ ഇരിക്കുക, അത് ദീനിൽപ്പെട്ടതല്ല. ആകെ നമ്മളെ കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു പാഠം പഠിക്കണം. ദീനെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്ന് ബാക്കിയുള്ളവർക്ക് പാഠം പഠിക്കണം. അപ്പൊ നമ്മളെ മക്കളിൽ നിന്ന് എന്തൊരു അനക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചതായ ഒരു അനക്കമായിരിക്കും. അല്ലാത്ത ഒരു അനക്കം നമ്മളെ മക്കൾ ഉണ്ടായിട്ടില്ല. ഞാനെനിക്ക് അടിയാക്കുന്നത് മമതാജി എന്ന്
എന്ന് പറഞ്ഞ് വലിയൊരു ആളുണ്ടായിരുന്നു, വലിയ സൂഫിയ മനുഷ്യൻ, നല്ല വയത് പറയുന്ന ആൾ. 1962 ഞാൻ ദീപത്തിൽ നിന്ന് തഹസീലായിട്ട് വന്നാല് ഉപ്പുറത്ത് ബഡൂരാജിന്റെ പള്ളിയിൽ മുഹമ്മദാജിന്റെ വയതുണ്ടെന്ന് കേട്ടപ്പോ ഉളയത്തുനിന്ന്